ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉച്ചയ്ക്ക് ഇത്തിരി ചോറുണ്ണാൻ അല്പം മീൻചാറെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ്? നല്ലൊരു വാളമീൻ കിട്ടി. വാളമീൻ വൃത്തിയാക്കാനും നല്ല എളുപ്പമാണ്. ചെറുതിലേ മുതൽ എനിക്ക് മീൻ കട്ട് ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വാളമീനാണ്. കുറച്ച് പഴയതായാൽ ഇതിൻ്റെ കളർ ഇത്ര വെളുത്തിരിക്കുകയില്ല. കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ഈ ഒരു വെളുത്ത ചുണ്ണാമ്പ് പോലിരിക്കുന്നത് നന്നായിട്ട് ഉരച്ച് കഴുകിക്കളയണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മീൻ ഇവിടെ നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുള്ള മീൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അതായത് തിരുവനന്തപുരം സ്റ്റൈല് മീൻ കറി. ചോറിനോടും കപ്പയോടും ചക്കയോടും ഒക്കെ കൂട്ടി കഴിക്കാൻ തേങ്ങ അരച്ച മീൻ കറിയാണ് കൂടുതൽ ടേസ്റ്റ്. 1/2 കിലോ ഉള്ള മീനാണ്. ഇതിനു വേണ്ടി 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളിയും എടുത്തിട്ടുണ്ട്. ഇതല്ലെങ്കിൽ കുടംപുളി 4 എണ്ണം എടുക്കാം. ഇനി മല്ലിയും മുളകും വറുത്താണ് അരയ്ക്കുന്നത്. അതിലേക്കായി 8-10 വറ്റൽ മുളകും 1 ടേബിൾ സ്പൂൺ മല്ലിയും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ടൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിലൊന്ന് വറുക്കാം. കുറച്ച് മുളകിൻ്റെ കളറൊന്ന് മാറണം, എന്നാൽ മാത്രമാണ് നല്ലൊരു മണം വരുന്നത്. പണ്ടൊക്കെ എല്ലാ മീനും ഇതുപോലെ വറുത്ത് തന്നെയായിരുന്നു അരച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴല്ലേ ഈ പൊടിയൊക്കെ ഉപയോഗിക്കുന്നത്. ഈ വറുത്ത് അരയ്ക്കുന്ന ആ ഒരു അരപ്പിനും നല്ല മണമാണ്. ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം തേങ്ങ ചേർക്കാം. തേങ്ങയും ചെറിയ ഉള്ളിയാണ്, 2-3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരല്പം സവാള ചേർക്കാം. ഇത് അധികം അരയണ്ട, ഒന്ന് പരപരപ്പായിട്ട് അരച്ചെടുക്കാം. പുളിവെള്ളമാണ് ഒഴിക്കുന്നത്. ഒന്ന് നിർത്തി അരച്ചെടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ അരഞ്ഞു പോകും. കൂടുതൽ അരഞ്ഞാൽ ടേസ്റ്റ് കാണുകയില്ല. ഒന്ന് പരപരപ്പായിട്ട് ഇരിക്കണം. ഇതിലല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് 1 സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് പാകത്തിന് അരച്ചിട്ടുണ്ട്. ഇതിനി മീനിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. വാളമീൻ കുറച്ച് കട്ടിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് അധികം വെള്ളം ചേർക്കുന്നില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ മിക്ക മീനുകളിലും മുരിങ്ങയ്ക്ക ചേർക്കാറുണ്ട്. മുരിങ്ങയ്ക്കയും പച്ചമുളകും ഒഴിച്ചുകൂടാത്തതാണ് ട്രിവാൻഡ്രം ഫിഷ് കറിക്ക്. പക്ഷേ ഇതിൽ ഞാൻ മുരിങ്ങയ്ക്ക ചേർക്കുന്നില്ല. 2 പച്ചമുളക് മാത്രം കീറിയിടുന്നുണ്ട്. ഇനി ഈ മീൻ 8 മുതൽ 10 മിനിറ്റ് വരെ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാം. ലോ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. മീൻ വേകുന്ന സമയം കൊണ്ട് ഒരു കോവയ്ക്ക ഫ്രൈ കൂടി ഉണ്ടാക്കാം. കോവയ്ക്ക ഇങ്ങനെ മുഴുവനായിട്ടാണ് ഇട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. മീൻ ഇപ്പോൾ 6-7 മിനിറ്റായി. ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കാം. ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. ഇനി അല്പം കൂടി വറ്റണം. അതിനായിട്ട് 2-3 മിനിറ്റ് കൂടി വയ്ക്കാം. പാൻ ചൂടാക്കി 2 ടീസ്പൂൺ കടുകെണ്ണയാണ് ഈ ഒഴിക്കുന്നത്. കടുകെണ്ണ കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് കുറച്ച് എണ്ണ മതിയാകും. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണിത് വെള്ളമൊഴിച്ച് വേവിക്കുന്നത്. അതിനായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്ത് 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിക്കാം. കോവയ്ക്കയ്ക്ക് നല്ലതുപോലെ വേഗമുണ്ടല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ എണ്ണയുടെ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേകട്ടെ. ഇപ്പോഴിത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അതിനുശേഷം ഒരു ചെറിയ മസാല കൂടി ഉണ്ടാക്കണം. മീൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് വറ്റിയിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് ചുറ്റിച്ച ശേഷം ഇതിൽ ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലേ മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇത് പകുതി അടച്ചു വയ്ക്കാം. കോവയ്ക്ക മസാലയ്ക്ക് വേണ്ടി പാൻ ചൂടാക്കി 1 ടീസ്പൂൺ കടുകെണ്ണയാണ് വീണ്ടും ഒഴിക്കുന്നത്. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകവും 1 പകുതി സവാളയാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എണ്ണ കുറച്ച് ഒഴിക്കുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ സമയമെടുക്കും ഈ ഉള്ളി ഒന്ന് വാടിക്കിട്ടാനായിട്ട്. ഇതിൽ 1 ചെറിയ ടൊമാറ്റോയാണ് നീളത്തിലരിഞ്ഞത്. ഇതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയ്ക്ക് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇത്രയുമാണ് ചേർക്കുന്നത്. ഇത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം.
അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് കോവയ്ക്ക ചേർക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പമല്ലേ? നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണിത്. ഇതിൽ മസാലയൊക്കെ പറ്റിയിരിക്കുന്നതുകൊണ്ട് കോവയ്ക്കയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഉച്ചയൂണിനുള്ള സമയമായി. ഇന്നലത്തെ ചോറാണ് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇനി വാളമീനും കോവയ്ക്കയും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വാളമീൻ ഇതുപോലെ മിക്കവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. കോവയ്ക്ക എന്നാലും പുതിയൊരു രുചിയാണ്. ഒരു മൂട് കോവയ്ക്ക ഉണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ കുറേ കിട്ടും. ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് ഇഷ്ടം പോലെ ഇവിടെ കോവയ്ക്ക കിട്ടുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.